ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളുടെ അനുഗ്രഹത്തിനായി മാതാപിതാക്കളായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ബെനഡിക്ട് പ്രയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ 87-ാം ദിനം ഈ രാത്രിയിൽ മക്കളെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചന പുസ്തകം 32-ാം അധ്യായം 4-ാം വചനം. വിക്കന്മാരുടെ നാവ് വ്യക്തമായി തടവില്ലാതെ സംസാരിക്കും. പ്രിയ മാതാപിതാക്കളെ, കർത്താവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് വചനത്തിൽ കാണുമ്പോൾ അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ മക്കളെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് സംസാര വൈകല്യമുള്ള മക്കളുണ്ട്. ഇന്ന് സ്പീച്ചിങ് തെറാപ്പിക്കും അതുപോലെ തന്നെ മറ്റ് കുറവുകൾ ഭിന്നശേഷിയുള്ള മക്കളുണ്ട്. അവരെയൊക്കെ പ്രത്യേകം സ്പെഷ്യൽ എഡ്യൂക്കേഷനും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ റിഹാബിലേഷനിലൊക്കെ ആക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റാത്ത, പഠിക്കുവാൻ പറ്റാത്ത, ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള മക്കളെ പ്രത്യേകമായി നമുക്ക് സമർപ്പിക്കാം. അവരുടെ കുറവുകളിൽ പരിശുദ്ധാത്മാവ് നിറയുവാനും ദൈവത്തിന്റെ അനുഗ്രഹം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മക്കളിൽ നിറയുവാനും വിടുതൽ നേടുവാനും, പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ അവരുടെ ഭാവിയെ തടസ്സപ്പെടുത്തുന്ന ശാരീരികമായ ന്യൂനതകൾ, മാനസികമായ ന്യൂനതകൾ, ബലഹീനതകൾ എല്ലാം മാറിപ്പോകുവാനും ദൈവാനുഗ്രഹം നിറയുവാനും അവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ 32:4 വിക്കന്മാരുടെ നാവ് തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും. കർത്താവായ ഈശോയെ, ആത്മധൈര്യമില്ലാതെ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധിയിൽ വീണുപോകുന്നു അവരുടെ എല്ലാ കുറവുകളെയും പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നയിക്കണമേ. പലവിധ ബലഹീനതകളുള്ള ഞങ്ങളുടെ മക്കളെയും സമർപ്പിക്കുന്നു. ഭിന്നശേഷിയുള്ളവർ, ഓട്ടിസം ഉള്ളവർ, സംസാര വൈകല്യമുള്ളവർ, പഠന വൈകല്യമുള്ളവർ, ആ മക്കളെ എല്ലാം അങ്ങയുടെ പാദത്തിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, അവിടുന്ന് ഇടപെടുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരണത്താൽ ആ മക്കളെ സഹായിക്കുകയും ഈ വചനത്തിന്റെ ശക്തിയാൽ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ. സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ. ഓ ഈശോനാഥ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയോടുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ. താവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു. കാനുവാനായ ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടുന്ന് നൽകണമേ. അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമീൻ.